ഹലോ മക്കളെ, വളരെ പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് വരുന്നത്. റെഡോക്സ് റിയാക്ഷനും ഇലക്ട്രോകെമിസ്ട്രിയും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 15 ml of aqueous solution of Fe2 plus in acidic medium completely reacted with 20 ml of 0.03 molar aqueous potassium dichromate or dichromate solution. The molarity of Fe2 plus solution is dash into 10 raised to minus 2. അവിടെ എന്താണ് ഇൻഡിജർ ആൻസർ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യുക? നമുക്കറിയാം, രണ്ട് സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വലൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ എഴുതാൻ പറ്റും ഇക്വലൻസ് ഓഫ് ഫെറസ് ഈസ് ഈക്വൽ ടു ഇക്വലൻസ് ഓഫ് ഡൈക്രോമേറ്റ് എന്ന് എഴുതാൻ പറ്റും. ഇക്വലൻസ് രണ്ട് രീതിയിൽ കാണാൻ പറ്റും. ഒന്നുകിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എൻ ഫാക്ടർ, അല്ലെങ്കിൽ നോർമാലിറ്റി ഇൻറ്റു വോളിയം. ഇവിടെ നോർമാലിറ്റി ഇൻറ്റു വോളിയം നമുക്ക് എടുക്കാം. മൊളാരിറ്റി ഓഫ് Fe2+ നമുക്ക് അറിയില്ല. വാട്ട് ഈസ് എൻ ഫാക്ടർ ഓഫ് Fe2+? ഫെറസ് ഫെറിക് ആയിട്ടാണ് മാറുക, അപ്പോൾ എൻ ഫാക്ടർ 1 ആണ്. അപ്പോൾ മൊളാരിറ്റി ഇൻറ്റു എൻ ഫാക്ടർ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? നോർമാലിറ്റി ഓഫ് Fe2+ കിട്ടി. എന്താണ് വോളിയം ഓഫ് Fe2+? 15 ml ആണ്. സോ ദിസ് ഈസ് ദ ഇക്വലൻസ് ഓഫ് Fe2+, which is equal to equivalence of dichromate. എന്താ നോർമാലിറ്റി ഓഫ് ഡൈക്രോമേറ്റ്? മൊളാരിറ്റി ഇൻറ്റു എൻ ഫാക്ടർ ആണ്. മൊളാരിറ്റി 0.03 ആണ്. ഡൈക്രോമേറ്റിൻ്റെ എൻ ഫാക്ടർ 6 ആണ്, ഇൻറ്റു 6. സോ നോർമാലിറ്റി ഓഫ് ഡൈക്രോമേറ്റ് ഇൻറ്റു വോളിയം ഓഫ് ഡൈക്രോമേറ്റ് അത് എത്രയാണ്? 20 ml ആണ്. സോ വാട്ട് ഡു യു ഗെറ്റ് ദ മൊളാരിറ്റി? മൊളാരിറ്റി ഈക്വൽ ടു 0.03 ഇൻറ്റു 6 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 15 എന്ന് കിട്ടും അല്ലേ? ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 4, ഇവിടെ 3, ഇവിടെ 2, 8, 24, റൈറ്റ്? സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 8, 24, 24 ഇൻറ്റു 10 raised to minus 2 എന്ന് കിട്ടും. സോ വാട്ട് ഈസ് ദ ഇൻഡിജർ ആൻസർ? 24 ആണ് ഇവിടെ ഇൻഡിജർ ആൻസർ. സോ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യുക? അതിനാണെങ്കിൽ നിങ്ങൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. സോ ഐ വിൽ സീ യു ദർ.